അസ്സലാമലൈക്കും ഹബീബിങ്ങളെ. അപ്പൊ ഇന്നത്തെ പരിപാടി നമ്മൾ തുരിസീന മല കയറാൻ പോവാണ്. ഞാൻ സത്യം പറഞ്ഞാല് വണ്ടി കയറുന്നതും പോണതൊക്കെ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ വണ്ടി കയറിയ പാടെ ഉറങ്ങിപ്പോയി. ഏതായാലും കുഴപ്പമില്ല. നമ്മളിപ്പോ ഷറം ഷെയ്ഖ് എന്നാണ് സ്ഥലത്ത് എത്തിക്കണത്. ഇപ്പോൾ രാത്രിയാണ് നമ്മൾ തുരിസീന മല കയറുക. ഇവിടെ എത്തിയപ്പോൾ ഒരു അടിപൊളി പള്ളി. ഏതാ സാധനം എന്ന് പറയുക, സീന് സാധനം. അപ്പോൾ ആദ്യം ഞാൻ അത് കാണിച്ചു തരാം, എന്നിട്ട് ബാക്കി ഇൻഷാ അല്ലാഹ്. നോക്കി ഏതാ സാധനം, നല്ല രസമുള്ളൊരു പള്ളി. ഇത് ഇവിടുത്തെ രണ്ടാമത്തെ പള്ളിയാണെന്നൊക്കെ പറയണത്. പക്ഷെ ഏറ്റവും വലിയ ടിസ്റ്റ് എന്താ വെച്ചാൽ ഇത് രാത്രിയാണ് ഇത്ര ഇവിടെ അടിപൊളി. പക്ഷെ നമ്മൾ വന്ന് പകലായി പോയി. അപ്പോൾ ഇങ്ങോട്ട് വരുന്നവരൊക്കെ രാത്രി വരിക. അപ്പോൾ ഇങ്ങനെ തിളങ്ങുന്ന പറഞ്ഞത്. ഏതായാലും നമുക്ക് തിളക്കം കാണാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും പിന്നെ നമ്മളെ കൊണ്ട് ഇത് തിളങ്ങട്ടെ അല്ലേ. ഗൈസ് പാവപ്പെട്ട ഒരുത്തരം ഇതാ ഫോട്ടോ എടുക്കാൻ നിൽക്കണോ ബാക്കിൽ. ഒന്നും മാറി മക്കളെ, ഫോട്ടോ എടുക്കട്ടെ. പാവം ചെറുക്കാൻ പോസിംഗ് ഒക്കെ ഇട്ടിട്ടുണ്ട്. സിറു സിറു ഈ ഒരു അവസ്ഥയിൽ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? സിറുമോൻ, ഈ അവസ്ഥയിൽ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഒന്നും പറയല്ല. ആ കിട്ടി കിട്ടി, നീ ഫോട്ടോ എടുക്കാൻ. ഷോപ്പിലൊക്കെ നോക്കിയാൽ അതുപോലത്തെ ഓരോ സാധനങ്ങളെ കാണാം. ഇന്ത്യ ഇന്ത്യ വെൽക്കം. هذا أنوبيس 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 أيوة أنوبيس أنا نارين دكتور أنوبيس دكتور أنوبيس دكتور أنوبيس أيوة ഗായ്സ്. അപ്പോൾ നമ്മൾ കുളിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അതിൻ്റെ ഒരു യാത്രയുടെ ഇംഗിതത്തിന് വേണ്ടിയിട്ട് നമ്മൾ കുളിക്കാൻ പോവാണ്. നല്ല നീല കളർ വെള്ളം. അയ്യോ നീല കളർ വെള്ളം. യൊബ് നമ്മൾ ഈ ബീച്ചിലാണ് ചാടി കുളിക്കാൻ പോകുന്നത്. യൊബ് എന്ത് ചെയ്യലടാ യോ മക്കളേതാ ആകാശത്തു കൂടെ ഒരാൾ പറക്കണോ വള്ളത്തിന്റെ മേലെ. അതിന് പോയത് സലാജേ, അതിനെന്ത് കൊടുക്കണോ? നിങ്ങൾക്കും പറക്കണം അങ്ങനെ. വന്നിട്ടുണ്ട്, വണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ നീ നമ്മൾ അടുത്ത് പോണേ മരുഭൂമിയില് വണ്ടി ഓട്ടാന്. നമ്മളെങ്ങോട്ടാ പോണേ? മരുഭൂമിയിൽ വണ്ടി ഓട്ടാനോ? സിറുമോന് കേറിയിട്ടുണ്ട്. നീ ബാക്കിയുള്ള ആൾക്കാരും കൂടെ വരാനുള്ളൂ. സിറുക്കുട്ടൻ എന്താണ് ഇങ്ങനെയൊക്കെ നടന്നാ മതിയോ? കല്യാണം കഴിക്കണ്ടേ? നിങ്ങൾക്ക് മിസ്രിനെ കെട്ടാനൊരു താങ്കളാപ്പണത്. എന്താണ് മിസ്രികളിൽ താങ്കൾ കണ്ടത്? മിസ്രികളിൽ കണ്ടത് ഷാഫിമാന്റെ കോലുണ്ട്. മിസ്രികൾ കെട്ടണം. അത് പിടിച്ചിട്ടാണ്, അല്ലാതെ പോലെ ചുരുക്കണ്ടിട്ടല്ല. നിങ്ങൾക്ക് ആരെ കെട്ടാനാ മതി? മിസ്രിനെ കെട്ടാനാണോ നമ്മളെ നാട്ടിലത്തെ കുട്ടികളെ കെട്ടാനോ? എന്തോ മിസ്രിയുടെ ഇഷ്ടമല്ല? ഇഷ്ടമല്ല, നമുക്ക് നാടാണ്. നിങ്ങളെ താല്പര്യതാ നാട്ടിലത്തെ കുട്ടികളെ? നിങ്ങൾക്ക് മിസ്രികളെ കെട്ടണോ നാട്ടിലത്തെ കുട്ടികളെ കെട്ടണോ? ഒന്ന് കെട്ടി ഇടിഞ്ഞു വേണ്ട. കല്യാണം ചെയ്യുന്നതോ സീനെന്നെ കേട്ടോ. നിങ്ങൾക്ക് എനിക്ക് നാട്ടിൽ എല്ലാ സ്ഥലത്തും ഓരോന്നുണ്ടായിക്കോട്ടെ. സുഫിയാനെ സുഫിയാൻ മിസ്രത്തെ കുട്ടികളെ കെട്ടണോ നാട്ടിലത്തെ കുട്ടികളെ കെട്ടണോ? ഇല്ല, കിട്ടിയാ മതി. ഒരു കുട്ടിനെ കെട്ടിയാ മതി എന്നാണ് നമ്മളെ ചെറുക്കാൻ പറയുന്നത്. കെട്ടാൻ വേണ്ടി മിസ്രക്കാരും വരണ്ട. ഇവിടെ കെട്ടിച്ചു കൊടുക്കണ പരിപാടി ഒന്നുമില്ല. ഇവിടെ ഇങ്ങനെ വരിക കറക്ക. അപ്പൊ അടുത്ത നമ്മള് പോണ സ്ഥലം നീ ഇതാ കണ്ടോളി. നമ്മള് ഇപ്പോ ഡെസേർട്ട് സഫാരിക്ക് വന്നതാണ്. കെട്ടൽ നിർബന്ധ? ആ സാധനം കെട്ടൽ നിർബന്ധ? മുത്തേ എന്തൊക്കെ പറയേണ്ടവര് ഇതിലോടാണ്. بص مبدئيا انا هشرح لكم دلوقتي قبل ما تتحركوا احنا هنمشي ازاي عشان ما حدش يطلع جوه. عشان ما حدش نتحرك ما قلتليش. خلاص مبدئيا هنمشي كلنا لاين واحد، صف واحد ماشي. صف مفيش كده صف لاين. يبقى ممكن اوكي اصلا يفهموني فاهمينه يعني. صف واحد ماشي. هتسيب مسافه ما بينك وما بين كل مكنه قدامك، مسافه كبيره تمام، عشان اللي قدامك لو وقف وعطل تضرب فرامل، ما تخبطش ولا تتعور ولا تكسر حاجه وترجع تحاسب عليها ماشي. طيب
مفيش حاجه اسمها انت بتعرف تسوق تمام يبقى انا هلعب بالمكنه امشي لوحديه اجري اخمس اعدي يعديني فاهمين؟ ايوه يعني مفيش حد هيلعب بمكنه مفيش حد هيعدي مفيش حد هيخمس لو حاجه حصلت زي كده وقعت على طول الرحله بتروح واقفه ونبطل المكن بيجي بتاع الشرطه هو اللي ياخدك ويروح على المخفر تمام؟ فاهمين صح؟ അതായത് ഓവർടേക്ക് കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറ്റൂല അഥവാ അങ്ങനെ നടക്കുകയാണെങ്കിൽ ഇതാക്കും വന്നിട്ട് ചായ എടുത്ത് പോകും خلاص لازم نكون كلنا ماشيين ورا بعضينا هم عايزين ولا حاجه ولا لي تمام معانا الاثنين دول فرامل ادي واحده لا حبيبي المشكله يعني نجرب يعني بص خشوا كده لا ما حدش ينفع يلعب بمكنه خالص انا لو بعمل كده وكده وكده لا ايوه ماشي ممنوع حد يطلع من التاني ولا يلعب بالمكنه لا ده ممنوع വണ്ടി ശരിയല്ലോ സുഹൃത്തുക്കളെ നോക്കൂ ഈ ലോകം എന്തൊരു സുന്ദരമാണിത് സ്വപ്നം ഓടിക്കണോ അതെ നല്ല പണിയായിട്ട് ഓടിക്കാണ് നമ്മളെ കടലിക്ക് പോകുന്നു നിങ്ങളിപ്പോ മുമ്പിരിക്കണോ ഓട്ടിട്ട് ഇപ്പൊ എന്തായാലും ഞങ്ങൾ ഓട്ടണ്ടേ ഓട്ടിങ്ങെല്ലാം റെഡിയാവും ഓട്ടിട്ട് തങ്ങളെ കൂടെ പോയാ വണ്ടി തരില്ലേ ലാസ്റ്റ് നോക്കിയോ സുഹൃത്തുക്കളെ തങ്ങളെ വണ്ടി ഹോട്ടൽ കയറണം ഞങ്ങൾ ലാസ്റ്റ് ആയിരിക്കുന്നു റേസിംഗ് ഇയാളാണെങ്കിൽ മറ്റേ LKG പുൾട്ട കൊണ്ട് നടക്കുക നോക്കിക്കൊണ്ടിരിക്കുന്നല്ലോ ടിക്കണ്ട തങ്ങോ ശരിക്കും മരുഭൂമിയിൽ എടുക്കണ ഇല്ല ആരും മാത്രമേ ഉള്ളൂ കടലിക്ക് പോയ കടലിൽ കേട്ടോ വല്ല എടുത്താൽ മതി വെറുതെ ഇതാക്കട്ടെ ഇങ്ങനത്തെ ഒരു സൈഡിലേക്ക് സൈഡ് വരിവ് മണ്ണില്ലാത്ത അതിലെന്നെ പോയിക്കോ അപ്പൊ നമ്മളെ ഒന്നാമത്തെ റൗണ്ട് കഴിഞ്ഞ് നമ്മളെ ഹോട്ടല് വൻ പരാജയമായോണ്ട് ബാക്കിലുള്ള സിറാജാണ് അടുത്ത ഡ്രൈവറ് നമ്മള് ഭാഗ്യത്തിന് കടലിൽ എന്ത് സീന് സംഭവല്ലേ എന്തോരും സംഭവം എന്തായാലും പൊളിയാണ് കിടുക്കി വീടാ ദഹബിൽ വന്നിട്ട് ഈജിപ്തിൽ ആ സീനായി മരുഭൂമിയിൽ വന്നിട്ട് അടുത്ത പരിപാടി കുറച്ച് ആൾക്കാരാ കയറുന്നത് അപ്പൊ നമ്മൾ അടുത്തയിലാണ് ഇവര് പോയി വരട്ടെ ഫസ്റ്റ് ടീം പോവാണ് എന്താണ് നിങ്ങളെ ഉള്ളിലുള്ള ആ ഒരു അതാ പോകുന്നു
വൈബല്ലോ എടോ നമ്മൾ എപ്പോഴും പോവാ എപ്പോഴും പോവും ഇപ്പൊ പോവും കിട്ടുവോ സാധനം കിട്ടുവോ പക്ഷെ വണ്ടിയില്ല ഞങ്ങൾ എന്താ ഇത് ചെയ്യാകെ 3 വണ്ടി ആദ്യം കുറച്ച് ആൾക്കാരിൽ പോയോണ്ട് തന്നെ അടച്ചോണ്ട് നോക്കിക്കൊണ്ട് എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ലൈറ്റിലേക്ക് ചെയ്യാം നമുക്ക് ഈ പരിപാടി പിന്നെ ചെയ്യാം ഇനി നമ്മൾ നേരെ തുരിസിനിലേക്ക് അല്ല അതിനുമ്പ് അകത്തേക്ക് എന്തേലും പിന്നെ നേരെ തുരിസിനിലേക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേക്കാണ് ഗായ്സ് എല്ലാരും കുഴങ്ങിക്കണോ ഇനിയിപ്പോ ഇന്ന് രാത്രി തുരിസീന മല കയറണം അതിന് മുമ്പ് ഫുഡ് കഴിക്കണം അഷ്കർ മന്തി അവിടെ ഇട്ടുക ഷാക്കിർ മന്തി അവിടെ ഇട്ടുക അടിപൊളിയാ നല്ല മന്തി ഇട്ടുന്ന മന്തി കഴിക്കാൻ പോവാണ് ഗായ്സ് തൂരിസീന കയറണം 7 കിലോമീറ്റർ ഉണ്ട് തൂരിസീന അല്ലേ ഈ മസ്ജിദുൽ ഹുദാ പള്ളിന്റെ അടുത്താണ് ഈ ഹോട്ടൽ അപ്പൊ നേരെ ഇങ്ങോട്ട് വരിക മന്തി കഴിക്കുക ഇവിടെ മയോണൈസ് ഒരു സാധനം ചെയ്യുന്നുണ്ട് സൂപ്പ് നിഹാദിക്ക അപ്പൊ ഗൈസ് ഇപ്പൊ രാത്രി 12:30 നമ്മള് തുരിസീന മല കയറാൻ പോവാണ് അതിനിടയ്ക്ക് നമ്മളൊരു കോട്ട് വാങ്ങി ഇതാ വേറെ ആളും കോട്ട് വാങ്ങിയിട്ടുണ്ട് ഏണ്ട് ഒന്നിന് പറയുമ്പോ പിന്നെ കൊറേ കാരണം അപ്പൊ അങ്ങനെ ഇടക്കിടക്ക് കേറുമ്പോ അങ്ങനെ വരാം ഗൈസ് നല്ല തണുപ്പാണ് തണുപ്പിനിടാൻ ഇവിടെ ഒരു കുപ്പായൊക്കെ ഉണ്ട് നമ്മളൊരു ചായ മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ചായ കുടിച്ച് മെല്ലെ മെല്ലെ നമ്മൾ കയറി പോളാം എങ്ങനെ നമ്മളെ കുപ്പായ എങ്ങനെ ഉണ്ട് കുപ്പായത്തിനെ കുറിച്ച് എന്താ പറയല്ലേ അടിപൊളി അയ്യവാ സീന് സാധനം പക്ഷേ ഇതാണ് കത്തിയത് പക്ഷെ എനിക്ക് മാത്രമേ തൊപ്പിയുള്ളൂ എനിക്ക് മാത്രമേ പറ്റുള്ളൂ ഇതാണ് സെലക്ട് ചെയ്യാൻ അറിയണം ഇനി നമ്മൾ മെല്ലെ മെല്ലെ തൂരിസീന മല കയറാൻ പോവാണ് ഗൈസ് എവിടം വരെ എത്തുന്നറിയില്ല 7 കിലോമീറ്ററോളം ഉണ്ട് ഇതാണ് നമ്മളെ ഗൈഡ് അസ്സലാമു അലൈക്കും ഹബീബി ഇസ്മുക് മുഹമ്മദ് അൽഹംദുലില്ലാ മാഷാഅല്ലാഹ് ഫാമിലി അൽഹംദുലില്ലാ ഇതാണ് നമ്മളെ ഗൈഡ് അപ്പോൾ മൂപ്പര നിർദ്ദേശത്തിനനുസരിച്ചാണ് നമ്മൾ ഓരോ സ്റ്റെപ്പും കയറേണ്ടത് ഇപ്പം നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ സിറാജിന് ചായ കൈമാറുന്നു പാതിരാത്രി ആയിട്ട് വലിയൊരു ക്ലിയർ ഇല്ല ഗായ്സ് നമ്മള് ഇപ്പോ ഒരു 25% കയറി രാത്രി ഇപ്പോൾ 2 മണിയായിട്ടുണ്ട് ഹൈവാ സംഭവം അടിപൊളി ഞാനാണ് ഏറ്റവും വൈകിലാണ് എല്ലാവരും കയറി സംഭവം അത്യാവശ്യം കയറാണ്ട് ഗൈസ് നമ്മൾ ഫൈനലി രാത്രി സുബൈക്കാണ് ഇവിടെ എത്തിയത് സുബൈക്ക് കഴിഞ്ഞ് നല്ല സൺറൈസ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ അറിയാതെ പള്ളിയിൽ ഉറങ്ങിപ്പോയി പള്ളിയുണ്ട് അതിനി നമ്മൾ ഇതിൻ്റെ താഴേക്ക് ഇറങ്ങാൻ പോവാണ് അവിടെ പള്ളിയുണ്ടോ ഇങ്ങോട്ട് കയറാൻ വയ്യ അവിടെയാണ് നമ്മൾ മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് ഇബാദത്ത് ചെയ്യാനിരുന്ന സ്ഥലമൊക്കെ ഏതായാലും ഒരുപാട് കയറി വരാണ്ട് നമ്മൾ ഇറങ്ങാണ് ഏകദേശം ഒരു 7 കിലോമീറ്റർ ഉണ്ടാണ് ഈ സ്റ്റെപ്പും ഇതൊക്കെ പാട് കയറി വരുമ്പോൾ തന്നെ കിളിയും കിക്കിളൊക്കെ പാറും പിന്നെ ഈ മലയുടെ മേലെ കയറിയിട്ട് ആ രാവിലെയൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം ഉണ്ടല്ലോ അതിൻ്റെ ഒരു ഇതിനാണ് ഇങ്ങനെ പോകുന്നത് ബാക്കിയൊക്കെ സെറ്റാ